ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, അങ്ങനെ പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഇന്നലെയാണ് ആദ്യം ഈ ബില്ല് അവതരിപ്പിക്കുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് ബില്ല് അവതരിപ്പിക്കുമെന്നത് ഉറപ്പാണ്. വലിയ പ്രതിഷേധം ഇന്ന് പാർലമെന്റിന്റെ ഇരു സഭകളിലും ഉയരാനുള്ള സാധ്യതയുണ്ടല്ലോ. തീർച്ചയായും അനുജ, പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ വിഷയം ഉയർത്തിക്കൊണ്ട് കടുത്ത പ്രതിപക്ഷ പ്രതിഷേധം തന്നെ ഉയരുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നുള്ളതാണ് ആവശ്യം. ലോക്സഭയിലും സമാനമായി പ്രതിപക്ഷാംഗങ്ങൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ ബില്ലിന്റെ അവതരണ രീതിയും വളരെ കൗതുകകരമായിരുന്നു എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ബില്ല് വരുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ ഉയരുന്നു. തുടർന്ന് ഈ ബില്ലിന്റെ പേര്, അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇന്നലെ പുലർച്ചെയാണ് ഈ ബില്ലിന്റെ കരട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. എങ്കിലും ബില്ല് ലിസ്റ്റ് ചെയ്തിരുന്നില്ല ഇരു സഭകളിലും. ഇന്നലെ ഉച്ചയൂണിന് പിരിഞ്ഞ, അല്ലെങ്കിൽ സഭ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞ ഒരു ഘട്ടത്തിൽ 1 മണിക്ക് ശേഷമാണ് ഈ ബില്ല് ഉച്ചയ്ക്ക് ശേഷമുള്ള അധിക അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 5 ബില്ലുകൾ സമാനമായി ഇതോടൊപ്പം അവതരിപ്പിക്കാൻ നിശ്ചയിച്ചുകൊണ്ടുള്ള പുതിയ അജണ്ട എത്തിയത്. മറ്റ് 4 ബില്ലുകളും ഇന്നലെ അവതരിപ്പിക്കപ്പെട്ടെങ്കിലും ഈ ബില്ല് ഇന്നലെ അവതരിപ്പിക്കപ്പെട്ടില്ല. അതിന് കാരണമായി കേൾക്കുന്ന റിപ്പോർട്ടുകൾ എന്നുള്ളത് TDPക്ക് ഈ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട്. സംസ്ഥാനങ്ങളുടെ മേൽ അധികഭാരം അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ആശങ്ക TDP അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അവരുമായി ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ബില്ല് അവതരണം ഇന്നത്തേക്ക് മാറ്റിയത് എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഇന്ന് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ പേരിലാണ് ഈ ബില്ല് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇൻഷുറൻസ് ഭേദഗതി നിയമം ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുമെന്നും ലോക്സഭയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും എതിർപ്പുയരുന്ന 2 ബില്ലുകളാണ് ഇന്ന് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഇന്നലെ രാവിലെ BJPയുടെ ലോക്സഭാ അംഗങ്ങൾക്ക് ഈ വെള്ളിയാഴ്ച വരെ പാർട്ടി വിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതും പ്രസക്തമാണ്. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ ബില്ലുകൾ ഈ ഒരു സമ്മേളന കാലയളവിന്റെ അവസാന ആഴ്ചയും കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചന ആ ഘട്ടത്തിൽ തന്നെ ലഭ്യമായിരുന്നു. എന്തായാലും ഈ ബില്ലിനെ റാംജി ബില്ലിനെതിരെ കടുത്ത പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുമെന്ന ഉറപ്പാണ്. കാരണം ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടാലോ പാസാക്കിയെടുക്കാൻ സർക്കാരിന് കഴിയുമെന്ന് മുൻകാലങ്ങളിൽ കഴിഞ്ഞ സമ്മേളനങ്ങളിൽ അവതരിപ്പിച്ച ബില്ലുകളുടെ പശ്ചാത്തലത്തിൽ കൃത്യമായ ബോധ്യം പ്രതിപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ബില്ല് അവതരണത്തെ തടയുക. വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.